ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ അല്ലുക്കുട്ടന് 1 വയസ്സായി കേട്ടോ. എത്ര പെട്ടെന്നല്ലേ 1 വർഷം പോകുന്നത്. അല്ലൂപ്പിക്ക് 1 വയസ്സായെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുന്ന പോലെ തന്നെ കുഞ്ഞു പിള്ളേർ വളരുന്നത് നമ്മൾ ആരും അറിയത്തില്ല. എത്ര പെട്ടെന്നല്ലേ. അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ നമ്മളിത് നേരെ അരിച്ചേച്ചി എടുത്ത് വന്നു കേട്ടോ. അവിടെ ബർത്ത്ഡേ ഡെക്കോറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് നല്ല ക്യൂട്ടായിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അല്ലൂപ്പിയാണെങ്കിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെതാ നമ്മുടെ കേക്കും കപ്പ് കേക്കും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നതാ കേക്ക് മുറിക്കുന്ന പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയി കേട്ടോ. അല്ലൂപ്പിയാണെങ്കിൽ കേക്ക് മുറിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഒരു കാരണവശാൽ കത്തി കൊടുക്കത്തില്ല. പിന്നെ അതാ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു കത്തി അവൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവൻ കേക്ക് മുറിക്കാനൊക്കെ സമ്മതിച്ചത് കേട്ടോ. പിന്നെ ചിരിച്ചോണ്ടാണ് വാവതാ കേക്കൊക്കെ മുറിച്ചത്. അങ്ങനെ സന്തോഷമായിട്ട് അല്ലൂപ്പിയുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അച്ചാച്ചനും കോവിൽച്ചേട്ടനും ലൈവായിട്ട് വീഡിയോ കോളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത പരിപാടിയാണല്ലോ എല്ലാവരും കേക്ക് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും മാറി മാറി കേക്കൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അരുണും എല്ലാവരും കയറി ഫോട്ടോസൊക്കെ എടുത്തേ. അല്ലൂപ്പിയാണെങ്കിൽ അതിന് ശേഷം കേക്കിലിട്ട് കുത്തി കളിക്കുന്നതായിരുന്നു അവൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടെ തന്നെ നിന്ന് നമ്മളും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ കേക്കെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മളിത് അപ്പുറത്തെ വീട്ടിലോട്ടാണ് പോയത്. അവിടെയാണ് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത്. അവിടെ ഗോപികയും സച്ചുചേട്ടനും ബാക്കി ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടും ഫോട്ടോസ് എടുക്കുമായിരുന്നു. അല്ലു ആണെങ്കിൽ അവന് ഗിഫ്റ്റ് കിട്ടിയ എല്ലാ വണ്ടിയിലും മാറി മാറി ഇരുന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു. ആദ്യം 2 വീലറിലാണെങ്കിൽ പിന്നെ 3 വീലർ, അത് കഴിഞ്ഞാൽ പിന്നെ 4 വീലറിൽ, അങ്ങനെ മാറി മാറി അല്ലുകൂട്ടം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. കഴിക്കാനായിട്ട് റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടുള്ള അടുത്ത പരിപാടി ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കുക എന്നുള്ളതാണല്ലോ. അരുണാണെങ്കിൽ ഏതൊക്കെയാണ് ടോയ്സ് കിട്ടിയേക്കുന്നതാണ് ഈ അരിച്ച് പറഞ്ഞു നോക്കുന്നത്. അങ്ങനെ അതെല്ലാം തുറന്ന് നോക്കിയിട്ട് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ അതിന് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.